ഹായ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവാനായിരുന്നു, വൈകുന്നേരം ഈവനിങ്. മുഖം ഭയങ്കര പ്ലംപി പോലെ ഉണ്ടല്ലേ, അത് സാരി വിഷയമാക്കണ്ട. നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? എന്താണെന്നറിയില്ല, ഇന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. പക്ഷേ ഇവിടെ നിന്ന് പുറത്തേക്ക് വാങ്ങാൻ നല്ല ഭംഗിയുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത്. ഓണസദ്യയൊക്കെ കഴിച്ചു. ഒരാളോട് വന്നിട്ടുണ്ട്, അതാണ് നോക്കിയത്. അപ്പോൾ എന്താ പറഞ്ഞേ, ഓണസദ്യയൊക്കെ കഴിച്ചു. പക്ഷേ ഒരു പായസം കുടിക്കാനൊരു പൂതി. അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാകുമ്പോൾ എളുപ്പമായല്ലോ. ജസ്റ്റ് 15 മിനിറ്റ് മതി. 1 ലിറ്റർ പാല് തിളപ്പിക്കുക, സംഭവം ഇതിലേക്ക് ചെറുപ്പടിയിൽ നിന്ന് കുട്ടുക, പിന്നെ കുറച്ചും കൂടെ ഒരു 15 മിനിറ്റ് തിളപ്പിക്കുക, പിന്നെയും സംഭവം റെഡി. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. വരി, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനേ പായസം ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് സ്പാച്ചുല വെച്ചിട്ടാണ് ആക്കുന്നത്. കുക്കറിൽ 1 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കുന്നുണ്ട്. ഇത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള പാത്രം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഉരുളിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിത് അങ്ങോട്ട് തെറ്റാം. തിളച്ച് പൊന്തണു ഗൈസ്. അപ്പോൾ ഇത് തിളച്ച് പൊന്തട്ടെ കേട്ടോ. ഒന്നുകൂടിയും ഒരിടെ തിളച്ച് പൊന്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഊതിയിട്ട് താഴ്ത്തി. നമ്മൾ തിളച്ച് പൊന്തട്ടെ. അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞില്ല, അകത്തൊക്കെ പൊട്ടിച്ചിട്ടോ, സോറി. അപ്പോൾ സാധനം നമുക്ക് ഇതിലേക്ക് കൊട്ടാം, തട്ടാം. എല്ലാവരും ഒന്ന് നോക്കൂ. തട്ടിയാടേട്ടോ. നൈസ് കളർ. അത് കാണുന്നുണ്ടോ എനിക്കറിയൊരു ബ്രൗൺ അല്ല, അടൻ്റെ ഒക്കെ ആ ഒരു കാരമലൈസിൻ്റെ കളറാണ് കേട്ടോ. കേട്ടോ, അപ്പം ഞാനത് ഇടാൻ പോവാണ് കേട്ടോ. സംഭവം ഇട്ടു. ഇനി ഇത് 15 മിനിറ്റ് ഇങ്ങനെ ഇളക്കണമല്ലോ. അപ്പോൾ 15 മിനിറ്റ് ഇങ്ങനെ ഇളക്കട്ടെ കേട്ടോ. എന്താ വാവേ കവർ വേണോ? കവർ വെച്ചോ. ഞാൻ കവറിനകത്ത് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കാം. 15 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട, അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നോ നീഡ് ടു ആഡ് ഷുഗർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട. ലെറ്റ്സ് കുക്ക് ഇറ്റ് ഫോർ 15 മിനിറ്റ്സ്. അപ്പോൾ ഇതായിട്ട് വരാം കേട്ടോ. 15 മിനിറ്റ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുമ്പോൾ നല്ല രസമുണ്ടാവും. ഞാൻ തവി ഒന്ന് മാറ്റി പിടിച്ചു. അത് സിലിക്കൻ്റെ അത് കാരണം ചിലപ്പോൾ ഉരുകിപ്പോയാലോ പറയാൻ പറ്റില്ലേ. അപ്പോൾ മരത്തിൻ്റെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ, വുഡനാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. പക്ഷെ കുറച്ച് സൈസ് ചെറുതായിപ്പോയി, സ്റ്റിൽ അഡ്ജസ്റ്റബിൾ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കട്ടെ. ഇത് ഇളക്കി ഞാനൊരു വഴിയാകും മിക്കവാറും. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലട പായസം, ഇൻസ്റ്റൻറ്റ് സദ്യ പാലട പായസം റെഡി. അപ്പം നമുക്കിനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നേ. നമുക്കിത് ഓഫാക്കാം. ഇതായിട്ട് പോകൂ. വാ, ക്യാമറ ആകാതായി പോയി. അപ്പോൾ ഓക്കെ, നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഫൈബറിൻ്റെ ടൈപ്പ് മൈക്രോവേവ് ഫ്രീ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. പൊട്ടുന്ന പാത്രം എടുക്കാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അഥവാ പൊട്ടിയാലോ? വാവ്, അടിപൊളി പായസം റെഡി. അപ്പം നമ്മുടെ ടേസ്റ്റി യമ്മി പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അടിപൊളി പായസം. അപ്പം ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് പായസം ഉണ്ടാക്കി. ഇവരെ കൊണ്ട് പായസം എടുക്കാൻ പറ്റില്ല എനിക്ക്. ഞങ്ങളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ പായസം റെഡി ആയിട്ടുണ്ട്. യമ്മി ടേസ്റ്റി പായസം ഇസ് റെഡി. ഞങ്ങളിപ്പോൾ ഉറങ്ങി നീക്കിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഉള്ളത്, ഈ കൊലത്തിലുള്ളത്. ഞങ്ങൾക്ക് പനിയാണ് കേട്ടോ. ഞങ്ങൾക്ക് മഴ ഉള്ളപ്പോഴും മഴ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് പനി തന്നെയാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ആലും ബേബിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ബൈ.